നബിദിനത്തിന് മുട്ടെടുക്കാൻ നിൽക്കുന്നത് നല്ല രസമുള്ള ഒരു പരിപാടിയാണ്. അവര് സുബിക്ക് പള്ളിക്ക് പോയി മൗലൂദും കൂടി സുബീസ്കരിച്ചതിന് ശേഷം എല്ലാ നബിദിനത്തിനും നല്ല പൊറാട്ടയും ബീഫും കിട്ടും. സത്യം പറഞ്ഞാൽ ഈ ദിവസം കണ്ട പൊറാട്ടയും ബീഫും വേറെ തന്നെ ഒരു ടേസ്റ്റ്. എല്ലാവരും കൂടി ഇരുന്ന് പൊറാട്ടയും ബീഫൊക്കെ കഴിച്ചതിന് ശേഷം വീട്ടിൽ പോയി ഫ്രഷ് ആയി മാറ്റിക്കൊണ്ട് ഇറങ്ങുന്നതിന്റെ മുന്നേ ഒരു സാധനങ്ങൾക്ക് കാണിച്ചു തരാം. ഇതെന്താ വെച്ചാൽ റാഹി പെർഫ്യൂംസ് ആണ് ടീം അയച്ചത്. 2 ഫ്രാഗ്രൻസ് ആണ്. ബ്ലാക്കും പിന്നെ സിട്രേൻഡും ആണ് എന്റെ കയ്യിലുള്ളത്. 8 മണിക്കൂർ വരെ ലാസ്റ്റിംഗ് കിട്ടും. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറഞ്ഞ് കണക്ട് ചെയ്താൽ മതി. അങ്ങനെ പിന്നെ മദ്രസിലെത്തി മൗലൂദും കഴിഞ്ഞ് നല്ലൊരു പായസം കണ്ട് കുടിച്ചു. ഇനി അടുത്ത പരിപാടി എന്നുള്ളത് റാലി പോകാം. റാലിന്റെ ഒപ്പം പോയാൽ ഇഷ്ടം പോലെ മുട്ടായി കണ്ട് കിട്ടും. ഇനിയിപ്പോ എത്ര വലുതായി എന്ന് പറഞ്ഞാലും മുട്ടായി വാങ്ങുന്നതും മധുരത്തെ ട്രൗസറിൽ പൂത്തുന്നതൊക്കെ വേറെ തന്നെ രസം. റാലിന്റെ ഇടയിൽ മഴ അങ്ങോട്ട് പെയ്തപ്പോൾ ഞങ്ങൾ നൈസായിട്ട് കയറി. പിന്നെ ഞങ്ങൾ ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ ഒന്ന് പോയി. അവിടെ കുറച്ചൊരു പണിയൊക്കെ എടുത്തതിന് ശേഷം റാലി വരുമ്പോൾ കൊടുക്കാനുള്ള മുട്ടായി സെറ്റ് ആക്കാനായിട്ട് പോകും. അങ്ങനെ കൊടുക്കാനുള്ള മുട്ടായി സെറ്റാക്കി റാലി വരെ അങ്ങനെ കാത്തിക്കണം. പിന്നെ മുട്ടായി കൊടുക്കണില്ല 2 വട്ടം കിട്ടിയ മൂന്നാമത് ഞാൻ കൊടുത്തു. ചെറിയ കുട്ടികളെ മുട്ടായി കണ്ട് കണ്ടു കഴിഞ്ഞാൽ ഒറ്റ വരവേ. അതിന്റെ ഇടയിൽ അങ്ങനെ പിന്നെ പെട്ട തന്നെയാണ്. അങ്ങനെ ദഫുട്ടാളെ ദഫുകളെ കഴിഞ്ഞാൽ ശേഷം നോട്ടുമാലിട്ട് എടുത്ത് റാലി അങ്ങോട്ട് കഴിഞ്ഞു. അങ്ങനെ പോണിടയിൽ ഇത് കണ്ടപ്പോൾ ഇതിന്റെ പഠിപ്പിച്ച ഉസ്താദാണ്. എനിക്ക് ഫസ്റ്റ് അങ്ങോട്ട് മനസ്സിലായില്ല. ഉസ്താദ് കൂളിംഗ് ഗ്ലാസ് വെച്ചങ്ങോട്ട് ചെതറിയി. പിന്നെ എല്ലാവരും മദ്രസക്ക് അങ്ങോട്ട് പോയി നല്ല നെയ്ച്ചോറും ബീഫും അടിച്ച് കയറ്റി. ഇനി ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ രാത്രിയാണ് തുടങ്ങി. അങ്ങനെ രാത്രി ഇപ്പൊ മദ്രസയിൽ കുട്ടികളെ പരിപാടികളൊക്കെ തുടങ്ങി. പരിപാടി കാണാൻ വന്ന എല്ലാവർക്കും ഈ ചായ സെറ്റ് ആക്കാൻ. അങ്ങനെ ചായയൊക്കെ പറഞ്ഞ് തടലാക്കി മദ്രസക്ക് വന്ന് വലിയവർക്കും കുട്ടികൾക്കും എല്ലാവർക്കും അങ്ങോട്ട് കൊടുത്തു. അതിന്റെ ഇടയിൽ ഞങ്ങൾ സദർസ്ഥാനം ആദരിക്കാൻ സ്റ്റേജിൽ കയറി. അങ്ങനെ പിന്നെ എല്ലാവരും കാത്തുന്ന ലാസ്റ്റ് പരിപാടിയായ ദഫും കണ്ടുകഴിഞ്ഞ് റാഹത്തിന്റെ പരിപാടിയാണ് കഴിപ്പിച്ചു. അപ്പൊ ശരി എന്നാലേ, ഗുഡ് നൈറ്റ്.